ഇത് ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇക്ക ഇന്നലെ പോയി. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? അത് സച്ചിക്ക് അറിയാം. ഈ പണം കൊടുത്താൽ മതി. ദാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതല്ലേ സച്ചിയുടെ വീട്? അതെ. ആരാ? ഞാൻ സച്ചിയുടെ ഗൾഫിലുള്ള ഒരു സുഹൃത്തിന്റെ ഭാര്യ. പേര് സുൽഫത്ത്. സച്ചി ഇവിടെയില്ലേ? ഏട്ടനില്ലല്ലോ. ഞാൻ ആന്റിയെ വിളിക്കാം. വരൂ. ആന്റി, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ മോളെ? അമ്മേ, സച്ചിയേട്ടന്റെ ഗൾഫിലുള്ള ഏതോ സുഹൃത്തിന്റെ ഭാര്യയാ. ഏട്ടനെ കാണാൻ വന്നതാ. സച്ചിയുടെ കൂട്ടുകാരന്റെ ഭാര്യയാണോ? അതെ. മോളിരിക്കേ, എനിക്ക് പെട്ടെന്ന് പോണം. ഇത് സച്ചി ഏൽപ്പിക്കാൻ എന്റെ ഹസ്ബൻഡ് തന്നതാ. എന്താ ഇത്? ഇത് കുറച്ച് പണമാ. ഇത് ഇവിടെ തരാൻ പറഞ്ഞിട്ട് ഇക്ക ഇന്നലെ പോയി. മോളുടെ ഭർത്താവിന്റെ പേരെന്താ? അത് സച്ചിക്ക് അറിയാം. ഈ പണം കൊടുത്താൽ മതി. ദാ. മോളെ ചായ കുടിച്ചിട്ട് പോ. അയ്യോ, സമയമില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ ഇനിയൊരിക്കലാവാം. പോട്ടെ. അവരെന്താ പെട്ടെന്ന് പോയത് ആന്റി? ആർക്കറിയാം. എന്നാലും സച്ചിക്ക് പണം കൊടുക്കാൻ മാത്രം ഗൾഫിലുള്ളവന്റെ കൂട്ടുകാരൻ ആരാ? ആ പെൺകുട്ടിയുടെ ശബ്ദം എനിക്ക് എവിടെ കേട്ടതുപോലെ.
ആരുടെ ശബ്ദം കേട്ടാലും ആന്റിക്ക് ഇങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്തായാലും അവരുടെ ഭർത്താവിനെ സച്ചേട്ടൻ അറിയാവുന്നല്ലേ പറഞ്ഞത്. ഇനി കഴിഞ്ഞ ദിവസം ഗേറ്റിൽ ഒരു സ്ത്രീയെ കണ്ടെന്ന് ആദരിച്ച് പറഞ്ഞത് അത് ഇവരെ കുറിച്ചായിരിക്കുമോ? അയ്യോ, ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഇത്രയും പണോ? ഇത് 2 ലക്ഷം രൂപയോളം കാണുമല്ലോ. 2 ലക്ഷോ? ഈശ്വര, അപ്പോ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലല്ലേ? ഇല്ല, നാളെ കൊടുക്കുമെന്ന് അറിഞ്ഞത്. എഴുതി അയാൾ എന്ത് റിപ്പോർട്ട് വേണമെങ്കിലും കൊടുത്തോട്ടെ. എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതായി ജീവിതം. ഏട്ടത്തി തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും കേസ് മാറ്റിവെച്ചത് നന്നായി. അല്ലെങ്കിൽ സന്ദീപ് സാറിനെ ഈ നിലയിൽ കോടതി കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. പോളെ, കോടതി മുറിയിൽ മദ്യവെച്ചിട്ട് വന്നാ കണക്കൂട്ടിലെല്ലാം തെറ്റും. ചിലപ്പോ ജാമ്യം പോലും കിട്ടിയെന്ന് വരില്ല. സന്ദീപേ, നിന്റെ സ്വാതന്ത്ര്യത്തെ കയറി ഞാൻ ഇടപെടുകയല്ല. തൽക്കാലം കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ മദ്യപാനം ഒന്ന് നിർത്തിവെക്ക. ഏട്ടത്തി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. എന്റെ ജീവൻ വേണമെങ്കിലും തരും. നിന്റെ ജീവൻ എനിക്ക് ആവശ്യമില്ല. പകരം നിന്നെ കൊണ്ട് ഞാൻ നിന്റെ കൂടപ്പറപ്പിന്റെ ജീവൻ എടുപ്പിക്കും. അതിനു വേണ്ടിയാ നിന്നെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം സാക്ഷി വിസ്താരം തുടങ്ങും. അവളെ സൂക്ഷിക്കണം, അഡ്വക്കേറ്റ് ആരതിയെ. നമ്മളെ തീർക്കാൻ അവൾ എന്തൊക്കെ ആയുധങ്ങളാ കൂട്ടിവെച്ചിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഗോകുൽ തന്നെ അവർക്ക് ചോർത്തി കൊടുക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിരുന്നല്ലോ ഈ അഡ്വക്കേറ്റ് ആരതി. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഗോകുൽ അങ്ങനെ ഒരാളല്ല. സൗഹൃദവും ബന്ധങ്ങളും ഒന്നും പ്രൊഫഷണൽ അയാൾ കൂട്ടിക്കുഴയ്ക്കില്ല. ഇത്ര അടുപ്പമുണ്ടായിരുന്നിട്ടും കമ്മീഷന്റെ തെളിവെടുപ്പിനായി ഞാനുമായി സംസാരിച്ചപ്പോ അയാൾ പരിചയഭാവം പോലും കാണിച്ചില്ല. അതുകൊണ്ട് അഡ്വക്കേറ്റ് ആരതിക്ക് കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ ചോർന്നു കിട്ടും എന്നുള്ള പേടിയൊന്നും വേണ്ട. കമ്മീഷന്റെ തെളിവെടുപ്പിന് ഗോകുൽ വിളിപ്പിച്ചത് വീട്ടിലേക്കല്ല, ഓഫീസിലേക്കാ. 100% പ്രൊഫഷണലായ ഒരു അഡ്വക്കേറ്റ് ആണ് ഗോകുൽ. ആരാ മൂർത്തി?